നോർമലി വെരി ഗുഡ് ഫൈൻ. ഇങ്ങനെയാണല്ലോ പൊതുവിൽ മാച്ച് ചെയ്യുക അല്ലേ? ചുരിദാർ സാരി ഇങ്ങനെ മാച്ച് ചെയ്യുക. ഏത് വെച്ചിട്ട് മാച്ച് ചെയ്യേണ്ട സാരി അല്ലേ? സാരി ഇങ്ങനെ വെച്ച് മാച്ച് ചെയ്യാൻ വേണ്ടി പറ്റുമോ? ഇല്ല, ചുരിദാർ ഇങ്ങനെ വെച്ച് മാച്ച് ചെയ്യും അല്ലേ? അപ്പോൾ എപ്പോഴും നമ്മൾ അറിയേണ്ടത് ബോഡിയുടെ ഷേപ്പ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ബോഡി ഷേപ്പിനനുസരിച്ചിട്ടാണ് വരുന്നത്. ഞാൻ പറയുന്ന പോലെ പറയാൻ വേണ്ടി പാടില്ല, പക്ഷേ ആപ്പിൾ ഷേപ്പ് ഉണ്ട്. എന്താണ് ആപ്പിൾ ഷേപ്പ്? എന്താ ആപ്പിൾ ഷേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആപ്പിൾ ഷേപ്പ്? മുകളിലും, അതായത് വയറിൻ്റെ ഭാഗത്തും മുകളിലൊക്കെ ബൾജ്ഡ് ആയിരിക്കും. ഇവിടെയും നല്ല ബൾജ്ഡ് ആയിരിക്കും, വയറും നല്ല ബൾജ്ഡ് ആയിരിക്കും. അങ്ങനെയാണല്ലോ ആപ്പിൾ. മൊത്തത്തിൽ ഇങ്ങനെയല്ലേ ആപ്പിൾ. ഓക്കെ, ആപ്പിൾ ഷേപ്പ് ഉണ്ട്, പിയർ ഷേപ്പ് ഉണ്ട്. പിയർ കണ്ടിട്ടുണ്ടോ? പിയർ അതായത് മുകളിൽ ചെറുങ്ങനെയും താഴത്ത് ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. ക്ലിയർ? അപ്പോൾ ചില ആൾക്കാരുടെ ഇവിടെ വളരെ ചെറുതായിരിക്കും, ഇവിടെ ഭയങ്കര വയറുണ്ടാവും. ക്ലിയർ? അതൊരു ടൈപ്പാണ്. 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്ടാങ്കുലർ ഷേപ്പ് എന്ന് പറയും. റെക്ടാങ്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ സ്ട്രക്ചേർഡ് ആയിരിക്കും, കാണാൻ അടിപൊളി സ്ട്രക്ചർ ആയിരിക്കും. എന്ത് പറയും? റെക്ടാങ്കിൾ എന്ന് പറയും. അതുപോലെ തന്നെ ഹവർ ഗ്ലാസ് സ്ട്രക്ചർ എന്ന് പറയും. എന്താണ് ഹവർ ഗ്ലാസ് സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, അവർ ഫുൾ എന്താ പറയുക, മസ്കുലിൻ, അതായത് വളരെ നല്ല ബോഡി ഷേപ്പുള്ള ആൾക്കാരെന്ന് പറയും ഹവർ ഗ്ലാസ് എന്നുള്ള രീതിയിലാണ് പറയുക. അപ്പോൾ നമ്മൾ എപ്പോഴും ഒരു ചൂരിദാർ എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു സംഗതി അവരുമായിട്ട് എൻഗേജ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം, അവരുടെ ബോഡിയുടെ ഷേപ്പിനെ നമ്മളൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം. എന്താണ് ബോഡിയുടെ ഒരിക്കലും ആപ്പിൾ പിയർ എന്നൊന്നും പറഞ്ഞേക്കളല്ല കേട്ടോ. അങ്ങനെ പറഞ്ഞാൽ അവർക്ക് ഡിസ്കസ്ഡ് ആവും. നമ്മൾ